ഞാന് തൃമധുരത്തിലെ കുടുംബാംഗമാണേ. സുനിതയാണ് കൊല്ലത്തുനിന്ന്. നേരത്തെ അനുഭവം അയച്ചിരുന്നു. സാറ് വായിച്ചിരുന്നു. ഈ അനുഭവം സാറ് വായിക്കണേ. ഞാൻ ഈ ഏപ്രിൽ മാസത്തിൽ എൻ്റെ പ്രമാണ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനായി വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി 2 ദിവസം ഫുൾ സമയം ഓഫീസിലായിരുന്നു. ഒന്നും നടക്കാൻ പറ്റില്ല. അക്ഷയയിൽ പോവും തിരിച്ചു വരും എല്ലാം അങ്ങനെ ഒന്നും നീങ്ങുന്നില്ല. ആ സമയം തൃമധുരത്തിലെ കുടുംബാംഗങ്ങളോട് പ്രാർത്ഥിക്കാനായിട്ട് മെസ്സേജ് ഇട്ടു. അവരൊക്കെ കൂടി എനിക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിച്ചുട്ടോ. പെട്ടെന്ന് സാധിച്ചു കിട്ടിയാൽ തൃമധുരത്തിലെ അനുഭവം കുറിക്കാമെന്നും ഗുരുവായൂർ കണ്ണന് ഒരു താമരമൊട്ട് കൊടുക്കാമെന്നും താമരപ്പൂവ് കൊടുക്കാമെന്നായിരുന്നു. പിന്നീട് എനിക്കൊരു പ്രയാസമില്ലാതെ കാര്യങ്ങൾ എളുപ്പം നീങ്ങിട്ടോ. അതൊരു അത്ഭുതം പോലെയായിരുന്നു. കണ്ണൻ കൈവിടില്ല എന്ന് ഉറപ്പുണ്ട്. സാരത് മറക്കാതെ വായിക്കണേ. എല്ലാവരും കേൾക്കട്ടെ. ഹരേ കൃഷ്ണ. പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാവും. പ്രാർത്ഥന എല്ലാവരും കൂടി ആവുമ്പം ആ ശക്തി ഒന്ന് പ്രത്യേകമല്ലേ. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഗുരുവായൂരൊക്കെ കോടാനുകോടി ഭക്തരുടെ പ്രാർത്ഥനയാണ് ശക്തിയായിട്ട് അങ്ങോട്ട് നമ്മളിലേക്ക് വരുന്നത്. കണ്ണൻ സ്വീകരിക്കല്ലേ ആ പ്രാർത്ഥനയൊക്കെ. പിന്നെ അതൊക്കെ ശക്തിയില്ലാതിരിക്കുമോ? എന്താ കഥ? ഒന്നും പറയാനില്ല. അപ്പം നമ്മളെ ഗ്രൂപ്പുകൾ അങ്ങനെയൊക്കെയാണ്. ഗ്രൂപ്പുകളിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക. ഉച്ചപൂജാലം കാര്യത്തിൽ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് പുതിയതായിട്ട് തുടങ്ങിയതാണ്. ആ ഒരു ലിമിറ്റഡ് ടൈമിൽ മറ്റേ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജുകൾ കുറേ ഇതിലേക്ക് മാറാൻ വേണ്ടിയിട്ട് മെയിൻ ഗ്രൂപ്പുണ്ട്. അങ്ങനെ അതൊരു ഗംഭീര സംഭവമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറെ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.